ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഞാൻ ഇതെങ്ങനെ പറയണമെന്ന് ആലോചിച്ചാണ് ഇരിക്കുന്നത് ഗൈസ്. സത്യം പറയാലോ, എന്തവസ്ഥയാണ്, അല്ലെങ്കിൽ എന്തിനാണ് ആ സിനിമ. രാജാസാബിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മാരുതി സംവിധാനം ചെയ്ത് പ്രഭാസ്, റബൽ സ്റ്റാർ ഡാർലിംഗ് പ്രഭാസ് നായകനായി, മാളവിക മോഹനൻ, റിതി, നിധി അഗർവാൾ, അങ്ങനെ 3 നായികമാരൊക്കെ ആയിട്ട്, സഞ്ജയ് ദത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് റിലീസ് ചെയ്ത ഒരു പൊങ്കൽ ചിത്രമൊന്നും വേണമെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ജനുവരി 9 റിലീസ് ചെയ്ത ഒരു ചലച്ചിത്രമാണ് ദി രാജ സാബ്. അപ്പോൾ ഇതൊരു ഹൊറർ ഫാമിലി പെടുത്തണ്ട, ഹൊറർ ഫാന്റസി കോമഡി ആക്ഷൻ ഡ്രാമ എന്നൊരു ലേബലിലാണ് വന്നത്. ഹൊററാണ് മെയിനിൽ ഇതിൽ വരുത്തുന്നത്, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മ്യൂസിക് ചെയ്തിരിക്കുന്നത് എസ് തമനാണ്. അപ്പോൾ ഈ മ്യൂസിക്കിൽ പടത്തിലേക്ക് വരുമ്പോഴേക്കും പടത്തിനെ കുറിച്ച് പറയാനാണ്. ആദ്യം തന്നെ പ്രഭാസിന്റെ കാര്യം പറയാമല്ലോ. ഇത് ഞാൻ തിയേറ്ററിലും കണ്ടു, എന്നിട്ട് ഞാൻ OTT എന്തിനാണ് കണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പിന്നെ ചുമ്മാ കണ്ടും പോയി. കാരണം എനിക്ക് OTT തിയേറ്ററിൽ കണ്ടല്ലോ, OTT കൂടെ ഒന്ന് കണ്ടുപോകേണ്ട പരിപ്പളവേ. സത്യം പറയാമല്ലോ, പ്രഭാസ് നായികമാരോട് മാത്രമേ പ്രഭാസുള്ളൂ. അതായത് നായികമാരോടുള്ള സീനിൽ ആ ഒരു ടിപ്പിക്കൽ സിറ്റുവേഷൻസും കാര്യങ്ങളും മാത്രമേ ഒറിജിനൽ പ്രഭാസ് ഉള്ളൂ. ബാക്കിയെല്ലാം ഡൂപ്പ് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. പാട്ടിലായാലും സ്റ്റെൻഡിലായാലും വേറെ ഏതെങ്കിലും സീനിലും കാര്യമില്ലായാലും പ്രഭാസ് ഫുൾ ഡൂപ്പാണ്. പ്രഭാസിന്റെ ബോഡി വേറെയാണ്, തല വേറെയാണ്, പ്രഭാസേ അല്ല. പക്ഷെ നായികമാരായിട്ടുള്ള ഇന്റിമസി സീൻസിലും അല്ലെങ്കിൽ നായികമാരായിട്ടുള്ള സീനിലൊക്കെ അത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് പ്രഭാസിന്റെ തല, പ്രഭാസിന്റെ ബോഡി പ്രഭാസ് തന്നെയാണ്. ബട്ട് മറ്റേതൊക്കെ നോക്കുമ്പം അത് പ്രഭാസേ അല്ല, അത് വേറെ ആരോ, ഡൂപ്പ്, ഫുൾ ഡൂപ്പ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലായും. ഞാൻ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിട്ട് ഇതിൽ ഒരുപാട് ഡ്യൂപ്പ് ഉണ്ട്. പ്രഭാസ് അല്ല പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടതെന്ന്. അതുപോലെ തന്നെയാണ് OTT ഞാൻ പറയുന്നത്, ഒരുപാട് ഡ്യൂപ്പ് ഉണ്ട്. പ്രഭാസ് അല്ല പല സ്ഥലങ്ങളിലും ഉള്ളത്. പിന്നെ പ്രഭാസിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ശവം പെർഫോമൻസ് ആയിരുന്നു. ഒരു രീതിക്കും കൊള്ളൂല. കുറച്ച് ഊള കോമഡി ഉണ്ട്. ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഊള ഫൈറ്റ്. ഇതിലേറെ ലാസ്റ്റ് ഒരു ജോക്കർ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. അതിൽ വേറെ രാജാസാബ് 2 1957-67 കഥ അടുത്ത് വരുമെന്ന് പറഞ്ഞിട്ട്. ഇനി എന്തായാലും അത് ഇറക്കൂല, അത് വേറെ കാര്യം. പക്ഷെ എന്നാൽ ആ ഒരു 2 ഒക്കെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് അവർക്ക് തോന്നിയില്ലോ. അപ്പോൾ ഇതിന്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഹൊറർ ഫാന്റസി ആയിരിക്കും, നിങ്ങൾക്ക് വേറെ ഡൗട്ടൊന്നും നോക്കണ്ട, അത് തന്നെ ആയിരിക്കുമെന്ന്. കുറച്ചു നേരം മിണ്ടായിരിക്കുക. യാത് ഹൊറർ ഫാന്റസി, ഒരു ഇഞ്ച് പോലും ഹൊറർ ഫാന്റസി അതിലില്ല. ഒരു ഇഞ്ച് പോലും ഒരു ശവം പടം ചുമ്മാ എന്താ ഒലക്കയില്ല. VFX CGI ഒക്കെ ചെയ്ത് ഒരു രീതിക്കും കൊള്ളില്ലാത്ത VFX CGI ഉള്ള സകല ഇംഗ്ലീഷ് സിനിമകളെല്ലാം ഉണ്ട്. സ്പൈഡർമാൻ ഉണ്ട്, സൂപ്പർമാൻ ഉണ്ട്, ശക്തിമാനും ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ അതിശയനുണ്ട്, പിന്നെ സാൻഡ് മാൻ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട് പടത്തിൽ. പിന്നെ 3 നായികമാരുണ്ട്. ശരിക്കും ഈ പ്രഭാസിനേക്കാൾ ഈ സിനിമ പ്രൊമോട്ട് ചെയ്തത് ആ 3 നായികമാരായിരുന്നു. മാളവിക മോഹനൻ, നിധി അഗർവാൾ, റിതി, അങ്ങനെ ഈ 3 നായികമാരാണ് സിനിമയെ പ്രൊമോട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഡയറക്ടറും ഈ 3 പേരെ വെച്ച് തന്നെയാണ് സിനിമയും പ്രൊമോട്ട് ചെയ്തത്. അതായത് അവരുടെ ബ്യൂട്ടി കാണിച്ച്, അവരെ സിനിമയിലുണ്ടെന്ന് കാണിച്ച്, അവരെ വെച്ച് തന്നെയാണ് സത്യം പറഞ്ഞ ഈ സിനിമയ്ക്ക് ഇത്രയും ഒരു ഹൈപ്പ് അല്ലെങ്കിൽ പ്രൊമോഷൻ ഡയറക്ടർ തന്നെ കാണിച്ചത്, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ തന്നെ കാണിച്ചത്. അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ, അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ ഈവൻറ്റ്സ് കാണുമ്പോൾ, അല്ലെങ്കിൽ സിനിമയുടെ പോസ്റ്റും കാര്യങ്ങളും കാണുമ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാവും. ആ 3 പേരും നായികമാരും അതുപോലെ തന്നെയാണ്. അവരെ ഗ്ലാമർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സിനിമയിലുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് അവർക്ക് കാര്യമായ റോളുകളോ, പിന്നെ കുറേ അപരാധങ്ങളുണ്ട്. മാളവിക മോഹനൻ ചാടി മറ്റേ ഇടിക്കുന്ന സീൻസൊക്കെ ഉണ്ട്. ആ ഫൈറ്റ് ഒരു നിക്കർ ഇട്ടെടുക്കുക ഒരു ഫൈറ്റ് ഉണ്ട്. എന്തിനു വേണ്ടി ആ ഫൈറ്റ് ഇറങ്ങിയെന്ന് ഒരു പിടിയുമില്ല. ഇതിലേറെ മാളവിക മോഹന് ആ ഒരു ഫൈറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറയില്ല, അവരുടെ ബ്യൂട്ടിയും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആ സിനിമയിൽ അവരെ പ്രൊമോട്ട് ചെയ്തു എന്നല്ലാതെ അവർക്ക് ഇതിൽ ഒരു ആക്ടിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഒരു സീൻസിൻ്റെയോ ഒരു കാര്യമൊന്നുമില്ല. എല്ലാവരും 3 പേർക്കും നല്ല ഒരാവശ്യമില്ലാത്ത സീനുകൾ തന്നെയാണ് കിട്ടിയത്. പിന്നെ ഇതിൽ പ്രഭാസിന് അമ്മമ്മ എന്ന് പറഞ്ഞ ഒരു അമ്മമ്മ ഉണ്ട്. ആ അമ്മമ്മയാണെങ്കിൽ വലിയ ശല്യം. ആ അമ്മമ്മയുടെ ഈ സിനിമ ഉണ്ടല്ലോ, കങ്കുവ സിനിമയിൽ ആ ചെറുക്കൻ കൊന്നു കളഞ്ഞെങ്കിൽ പടം പെട്ടെന്ന്, അതുപോലെ ഈ അമ്മമ്മയെ പെട്ടെന്ന് കൊന്നു കളഞ്ഞെങ്കിൽ പടം തീർന്നെങ്കിൽ ചുമ്മാ അമ്മമ്മയിട്ട് വലിപ്പിച്ച് അവസാനം കൊണ്ടുവന്ന്
ദുരൂഹം എന്ന് വെച്ചാൽ ദുരൂഹമല്ലോ ദുരന്ത. ഇതിൻ്റെ ഇടയിൽ വില്ലനായിട്ട് സഞ്ജയ് ദത്ത് വരുന്നുണ്ട്. ഏറ്റവും കോമഡി പീസ് സഞ്ജയ് ദത്താണ്. ഏത് വില്ലനെന്ന്, ഒരു വില്ലനെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാണിക്കണം ഒരു പിടിയുമില്ല. കോമാളി എന്ന് വെച്ചാൽ കോമാളി വേഷകാരൻ. മൊത്തത്തിൽ ആ 3 മണിക്കൂർ വേസ്റ്റാണ്. ഒരു രീതിയിലും വರ್ತല്ല, ഒറ്റ സീൻ പോലും വರ್ತല്ല, വേസ്റ്റാണ്. കാരണം ഒരു പടത്തിലൊരു ലോജിക്കില്ല, സ്റ്റോറി ഇല്ല. അല്ലെങ്കിൽ എന്തേലും കാണിക്കുവാണെന്ന് പറഞ്ഞ് നോക്കിയാൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും തോന്നുന്നു. എന്നിട്ട് ഞാൻ OTT കണ്ടു ഗൈസ്. ഓ മൈ ഗോഡ്, OTT കണ്ടു ഗൈസ്. പിന്നെ എസ്തമൻ്റെ മ്യൂസിക് എങ്കിലും സൂപ്പറായിട്ട്, മ്യൂസിക്കും ഇതിൽ ബോറായിരുന്നു. ഇതിൽ പാട്ടുകളും വലിയ ഒന്നോ രണ്ടോ പാട്ട് എന്ന് വെച്ചാൽ കേൾക്കാൻ ഓക്കെ ആയിരുന്നു, അല്ലാതെ നല്ല പാട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒന്നുമില്ലായിരുന്നു. പിന്നെ തന്നെ അവർ ആ നാച്ചേ എന്ന് സോങ് റിലീസ് ചെയ്ത് തന്നെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. നായികമാരെ അഴിഞ്ഞാടിയിട്ട് പടത്തിന് അങ്ങനെയെങ്കിലും ആളെ കയറ്റാന്ന് പറഞ്ഞാലാണ് അവർ നാച്ചേ എന്ന സോങ് തന്നെ അവർ ചെയ്തിട്ടുള്ളത്. അല്ലാതെ പടത്തിൽ പറയാൻ വേണ്ടി ഒന്നുമില്ല ഗൈസ്. കാട്ടപരാധം, വേറെ എന്തൊക്കെ അപരാധം ഉണ്ട് അതൊക്കെ ഇതിൽ ടാലിയാക്കി പോയിക്കോളും. ആൻഡ് പ്രഭാസിന് ഡൂപ്പ് പ്രഭാസ് ആയിരുന്നു ഈ പടത്തിൽ. പിന്നെ ഇതിൽ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ചിരിക്കണോ അതോ അറിയാത്ത പോലെ ഇരിക്കണമെന്നൊരു പിടിയില്ലാത്ത കുറച്ച് കോമഡിയും കാര്യങ്ങളും. മൊത്തത്തിൽ ഈ പടം ബെസ്റ്റ് പടം. ഇതുവരെ ഇപ്പോൾ ഫെബ്രുവരി ഈ വർഷത്തിൽ ഇതുവരെ ഇറങ്ങിയാലുള്ള ഏറ്റവും വേസ്റ്റ് പടം. അത് എനിക്ക് ഏത് ഇൻഡസ്ട്രി നോക്കിയാലും ഒരു അപരാധമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രഭാസ് ഈ ഒരു രാജാസാബ് തന്നെ ആയിരിക്കും. അതുമല്ലാതെ ഒരുപാട് നഷ്ടം ഉണ്ടായി ഈ സിനിമ എന്നാണ് അറിയാൻ കഴിയുന്നത്. OTT വന്നിട്ട് പോലും ഒരു രീതിയിലും ഒരു ഗുമ്മുമല്ല. കാരണം തിയേറ്ററിലേ രക്ഷപ്പെട്ടില്ല, പിന്നെ എങ്ങനെ OTT രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്? കാരണം അത്രയും വലിയ സ്ക്രീനിൽ ഇത്രയും വലിയ എലമെന്റ്സ് കണ്ടിട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, പിന്നെ എങ്ങനെയാണ് OTT ഇഷ്ടപ്പെടാൻ പോകുന്നത്? മൊത്തത്തിൽ അപരാധം എന്ന് പറഞ്ഞാൽ കാട്ടപരാധമായിരുന്നു. ഒരു രീതിയിലും സഹിക്കാൻ പറ്റൂല. നിങ്ങളവിടെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഈ സിനിമ കാണണമെന്ന്. മാക്സിമം കാണാതിരുന്നാൽ നിങ്ങൾ 3 മണിക്കൂറെങ്കിലും സേവ് ചെയ്യാമെന്ന് ഞാൻ പറയൂ. അത്രയ്ക്കും കാട്ടപരാധമാണ്.